കഴിഞ്ഞ കുറച്ച് കാലമായി മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയായിരുന്നു ആളുകൾ. എന്തായാലും അദ്ദേഹം മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് രാജിവെച്ചു. ഭരണം നിലനിർത്താൻ തിരക്കിട്ട നീക്കങ്ങൾ BJP ഇപ്പോൾ നടത്തുകയാണ്. ബീരേൻ സിംഗ് ഡൽഹിയിൽ വന്ന് ആഭ്യന്തരമന്ത്രിയെ കണ്ടു. അതിനുശേഷമാണ് നാടകീയമായി അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത്. അവിശ്വാസം വരാനിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടായത്. മാത്രമല്ല പടലപ്പിടക്കം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ മണിപ്പൂരിലുണ്ട് എന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ ഫ്ലോറിൽ പരാജയപ്പെട്ടാലോ എന്ന് ഭയന്നാണോ എന്നറിയില്ല, അദ്ദേഹം രാജിവെച്ചു. എന്തായാലും BJP ദേശീയ നേതൃത്വത്തിൻ്റെ നിരീക്ഷകനായി തുടരുന്ന സംബിത് പാത്ര MP ഇന്ന് MLA-മാരുമായൊക്കെ ചർച്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 കൊല്ലം ബാക്കി നിൽക്കെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം അവിടെ സാധാരണഗതി ഇപ്പോഴും സാധാരണ നില പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മണിപ്പൂരിൽ പര്യടനം നടത്തിയ നമ്മുടെ പ്രതിനിധി വിനീത VJ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, ഒരുപക്ഷെ വിനീത അവിടെ ക്യാമ്പ് ചെയ്യുമ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ മുഖ്യമന്ത്രി ബീരേൻ സിംഗിൻ്റെ രാജി അന്ന് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രി കണ്ടപ്പോൾ പക്ഷേ അദ്ദേഹം വിനീതയോട് വളരെ ആത്മവിശ്വാസത്തോടെയാണ് സംസാരിച്ചതും. എന്തൊക്കെയാണ് വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായും എസ്കെൻ, നമ്മൾ 24 അദ്ദേഹവുമായി നേരിൽ കണ്ട് അദ്ദേഹവുമായി മണിപ്പൂരിലെ സ്ഥിതിഗതികൾ എന്താണെന്നൊക്കെ നമ്മൾ നേരിട്ട് സംസാരിച്ചിരുന്നതാണ്. അപ്പോഴും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മണിപ്പൂർ കലാപം ആരംഭിച്ച് ഏതാണ്ട് 1.5 വർഷത്തിനിടയിൽ നിരവധി തവണ രാജ്യമൊട്ടാകെ അദ്ദേഹത്തിൻ്റെ രാജിക്കായി മുറവിളി ഉയർന്നിരുന്നു. പക്ഷേ അപ്പോഴൊന്നും രാജിവെക്കാതിരുന്ന എൻ ബീരേൻ സിംഗ് ആണ് ഇന്നലെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു അപ്രതീക്ഷിത നീക്കം തന്നെയാണ് അദ്ദേഹം നടത്തിയിരുന്നതെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. ഇന്ന് എന്താണെങ്കിലും മുഖ്യമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ മണിപ്പൂരിൽ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൂടി കളമൊരുങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഈ BJPയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനമനുസരിച്ച്, ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം മണിപ്പൂരിൽ തുടരുന്ന MP സംബിത് പാത്ര ഇന്ന് മറ്റ് BJP MLA-മാരുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തും. ഈ നിലവിലെ രാഷ്ട്രീയ നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. കാരണം ഈ BJPക്കുള്ളിൽ നിന്ന് പോലും, മണിപ്പൂരിലെ BJPക്കുള്ളിൽ നിന്ന് പോലും മുഖ്യമന്ത്രിയായിരുന്ന എൻ ബീരേൻ സിംഗിനെതിരെ ചില വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ബീരേൻ സിംഗിനെ മാറ്റണമെന്ന മണിപ്പൂർ BJPക്കുള്ളിൽ നിന്ന് പോലും ഒരു ആവശ്യം ഉയർന്നിരുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു എൻ ബീരേൻ സിംഗിന്റെ രാജി. ഇന്നലെ രാവിലെ അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് തിരികെ പോയി അദ്ദേഹം രാജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിക്കുന്നത് ഇന്ന് മണിപ്പൂരിൽ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു നീക്കം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നേരത്തെ മുൻകണ്ടുകൊണ്ടാണ്, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഇങ്ങനെ ഒരു രാജി എന്ന അപ്രതീക്ഷിത നീക്കത്തിലേക്ക് എൻ ബീരേൻ സിംഗ് പോയതെന്നാണ് പറയുന്നത്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഇനി 2 വർഷമാണുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അതിന് പിന്നാലെയുള്ള ഈ നാടകീയമായിട്ടുള്ള നീക്കം നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് മണിപ്പൂരിൽ ഒരു പക്ഷേ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. മറ്റ് ചർച്ചകളൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളിലൊക്കെ തന്നെ മണിപ്പൂരിൽ കളമൊരുങ്ങുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയായിരുന്ന എൻ ബീരേൻ സിംഗ് രാജിവെച്ചതിന് പിന്നാലെ ഇംഫാലിലടക്കം കടുത്ത സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. രാഷ്ട്രപതി ഭവൻ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത് സർക്കാരിൻ്റെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും രാജി അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാവൽ മന്ത്രി എന്ന നിലയിൽ എൻ ബീരേൻ സിംഗ് തുടരണം, മറ്റൊരു ബദൽ സംവിധാനം അതിനിടയിൽ ഏർപ്പെടുത്തും, അതുവരെ അദ്ദേഹം തുടരണമെന്നൊരു ആവശ്യം കൂടി രാഷ്ട്രപതി ഭവൻ അതിൻ്റെ ഒരു നിർദ്ദേശമൊക്കെ അനുസരിച്ചുകൊണ്ട് മണിപ്പൂരിൽ നിന്ന് ഗവർണർ അങ്ങനെ ഒരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. എന്താണെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ മുൻനിർത്തി നോക്കുമ്പോൾ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് തന്നെ ആയിരിക്കും മണിപ്പൂർ പോവുക. അതിനുള്ള കളം കൂടി ഒരുങ്ങുകയാണ്. എന്താണെങ്കിലും അത് ഈ സംസ്ഥാന ഘടകത്തെ കൂടി, BJP സംസ്ഥാന ഘടകത്തെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഇനിയുള്ള തുടർ നീക്കങ്ങളിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊരു നിലപാടിലാണ് ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിലെ മറ്റ് MLA-മാരും നേതാക്കളും ഒക്കെയായി കൂടിക്കാഴ്ച നടത്താനും അവരുടെ പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ പരിഹരിക്കുന്നതിനും കൂടി വേണ്ടിയാണ് സംബിത് പത്രയെ മണിപ്പൂരിൽ നിയോഗിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും മണിപ്പൂർ വീണ്ടും രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾക്ക് വേദിയാവുകയാണ്. എസ്കെ.